ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നിഫ്റ്റി ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ടാർഗറ്റ് 26,000 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച 25,800 വരെ പോയി നിന്നു. അതിനുശേഷം ചെറിയ കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോയി. പക്ഷെ ഇപ്പോൾ ഈ ആഴ്ച കൃത്യമായിട്ട് 26,000 ടച്ച് ചെയ്തു. 26,000 ടച്ച് ചെയ്തു എന്നല്ല, 26,280 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി ശക്തമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ നോക്കാം. അതിനുശേഷം നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ പറയുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ്സ് ഇപ്പോൾ ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാതും പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ്. നാസ്ഡാക്ക് ഒരു 0.5% ഫോളായിട്ടത് മാത്രം. ബാക്കി ഡോ ജോൺസ് ഒരു 0.16% പോസിറ്റീവിലാണ്. S&P 500 0.13% ലോസിൽ തന്നെയാണ്. ബാക്കി മാർക്കറ്റുകളെല്ലാം പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. നിക്കി മാർക്കറ്റ് 2.32% പോസിറ്റീവിലാണ്. ഫഡ്സ് 0.18% പോസിറ്റീവിലാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1.22% പോസിറ്റീവാണ്. CAC 14 ഫ്രാൻസ് മാർക്കറ്റ് 0.64% പോസിറ്റീവിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റ്സുകളും പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള ലെവൽസ് ഞാൻ പറയാം. ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത് 26,178 ക്ലോസ് ചെയ്യണത്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു റൗണ്ട് ഫിഗറായിട്ട് പറയുകയാണെങ്കിൽ 26,500 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു 300 പോയിന്റ് കൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് 25,500 ഒരു 600 പോയിന്റ്. കാരണം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ വെറുതെ സപ്പോർട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 25,500 മേജർ സപ്പോർട്ട്, 26,500 റെസിസ്റ്റൻസ്. ഈ 1000 പോയിന്റിൻ്റെ ഇടയിൽ നിഫ്റ്റി അടുത്ത ആഴ്ച നിൽക്കുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകൾ പറയാം. അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ട് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ പേര് ബാലാജി അമിൻസ് ആയിരുന്നു. 2,300 ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് 2,300 ബൈ എടുത്ത ആളുകൾക്ക് ഇപ്പോൾ 2,284 രൂപയാണ്. അതായത് ഒരു 16 രൂപ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ടാർഗറ്റിലേക്കും സ്റ്റോപ്പ് ലോസിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ആഴ്ച വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റോക്ക് പരിഗണിക്കാവുന്നതാണ്. ബാലാജി അമിൻസ്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് വേണ്ട സ്റ്റോക്കുകൾ വേണ്ട ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ചെറിയൊരു ഫീസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അതായത് 21 സെക്ടറിൽ നിന്ന് 21 സ്റ്റോക്കുകളാണ് നമ്മൾ അക്യുമുലേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കുറേ ആളുകളൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പം നിലവിൽ എല്ലാവർക്കും പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 21 സെക്ടറിൽപ്പെട്ട 21 സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ റാലി ഒരു 1,000-1,500 പോയിന്റിൻ്റെ അടുത്ത് റാലി നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല സ്റ്റോക്കുകളിൽ നിങ്ങൾക്കറിയാം, മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പെട്ട പല സ്റ്റോക്കുകളിലും ആ റാലി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, നിഫ്റ്റി 50-ലുള്ള വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഹൈ ബൈയിങ് വന്നേക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50-ൽപ്പെട്ട വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ട് ഒഴുക്കുന്ന കാരണം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലേക്ക് അത്ര ഒഴുകണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പല ആളുകളും പറയുന്നത് നിഫ്റ്റി ഹൈ 500-1000 പോലെയൊക്കെ കയറിപ്പോണ്ട് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും വലിയ കാര്യമായിട്ട് നീങ്ങുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്മോൾ ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും ഒക്കെ ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോങ് ടൈമിലേക്ക് വേണ്ട 21 സെക്ടറിൽപ്പെട്ട 21 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാവുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് പറയുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എത്ര മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ്, ഏത് സെക്ടറിൽപ്പെട്ട കമ്പനിയാണ്, അതിൻ്റെ PE റേഷ്യോ എത്രയാണ്, അങ്ങനെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അടുത്ത ആഴ്ചയിലേക്ക് കണ്ടെത്തിയ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആ സ്റ്റോക്കിൻ്റെ പേര് ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത് 588 കറണ്ട് നിൽക്കുന്നത്. 588 ഈ റേഞ്ചിൽ തന്നെ ബൈ എടുക്കാം. 580 റേഞ്ചിൽ തന്നെ ബൈ എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എഴുതാം.
അപ്പോൾ 580 നമ്മൾ ബൈ എടുക്കുന്നു. 588 നിൽക്കുന്നത് ഒരു 8 പോയിന്റ് വേണ്ടി താഴ്ന്നു വന്ന് 580 ബൈ എടുക്കുന്നു. 525 സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. 700 ഫസ്റ്റ് ടാർഗറ്റ് വെക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫൈനൽ ടാർഗറ്റ് കുറച്ച് അധികം ഉണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 800 സെക്കൻഡ് ടാർഗറ്റ് വെക്കാവുന്നതാണ്. 800 സെക്കൻഡ് ടാർഗറ്റ് വെക്കാനാണ്. ഫൈനൽ ടാർഗറ്റ് 1100 1100. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 700 പറഞ്ഞു, സെക്കൻഡ് ടാർഗറ്റ് 800 ഫൈനൽ ടാർഗറ്റ് 1100. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫൈനൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ മിക്കവാറും ഫൈനൽ ടാർഗറ്റ് വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മൺഡേ ഈ സ്റ്റോക്ക് എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും വാങ്ങിക്കും. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 700, സെക്കൻഡ് ടാർഗറ്റ് 800 എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും. 800 വരെ എന്തായാലും വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പെർസെൻറ്റേജ് കിട്ടും. ഈ ഫസ്റ്റ് ടാർഗറ്റ് 700 എത്തുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് 20% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 800 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു 30-35% അടുത്ത് പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ 700-800 ടാർഗറ്റ് അച്ചീവ് ആവാനുള്ള സമയ ദൈർഘ്യം ഞാൻ നോക്കും. വളരെ സ്ലോയില് ആണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 800 എത്തുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എത്തുമ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അതല്ല ഒരു മാന്യമായ സ്പീഡിലും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ ടാർഗറ്റായ 1100 വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ 1100 വരെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് 95%, 100% അടുപ്പിച്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത്. ഗ്രാഫൈറ്റ് ഇന്ത്യ, അതിൻ്റെ ബാക്കി പാരാമീറ്റേഴ്സ് പറയാം. ഇത് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഈ സെക്ടർ. ഓക്കെ, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞിട്ടില്ല. 11,500 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. 11,500 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. ഇതിൻ്റെ ഡിവിഡൻഡ് കമ്പനി കൊടുക്കുന്നത് 1.87%. ഒരു 2% അടുപ്പിച്ച് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത്. ജൂലൈ മാസങ്ങളിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡിവിഡൻഡ് 11 രൂപയാണ് പെർ ഷെയറിന് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചറിയാം 550 രൂപ വിലയുള്ള സ്റ്റോക്കിന് 11 രൂപ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഡിവിഡൻഡ് തന്നെയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ 2020 മുതൽ 2024 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ ഡിവിഡൻഡ് 2 രൂപ ഉണ്ടായിരുന്നു 2020. അതിനുശേഷം 5, 8, 10, 11, അതായത് കാര്യമായിട്ട് ഇൻക്രീസ്മെൻറ്റ് ഡിവിഡൻഡിൽ അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് ജൂലൈ മാസത്തിൽ 11 രൂപ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് നല്ലൊരു ഡിവിഡൻഡ് തന്നെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ലോ പ്ലഡ്ഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് ആണ്. പ്രൊമോട്ടർ 65.34% സ്റ്റോക്ക് അവരെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് 9.34% മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കയ്യിൽ ഹോൾഡിങ്സ് ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോൾഡിങ്സ് 4.40% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ ഹോൾഡിങ്സ് ഉണ്ട്. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ ROE വന്നിട്ട് റിട്ടേൺ ഓൺ ഈക്വിറ്റി വന്നിട്ട് 17.46%. ROCE വന്നിട്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ് 20.95%. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.02 മാത്രമാണ്. അതായത് ഈ ROEയും ROCEയും വളരെ വളരെ നല്ല നമ്പറുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി നമുക്ക് അറിയാം, കടം അവരുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള കടം ഗ്രാജുവലി നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒട്ടും തന്നെ കടം ഇല്ല എന്ന് പറയുന്ന ചെറിയൊരു കടം ഉണ്ടെങ്കിലും ഒട്ടും തന്നെ കടം ഇല്ലാത്ത രീതിയിലേക്ക് അവരെ കടം നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ 580 ബൈ എടുക്കുന്നു. 700 ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സെക്കൻഡ് ടാർഗറ്റ് 800 വരെ എന്തായാലും പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ 800 ദൂരത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഫൈനൽ ടാർഗറ്റായ 1100 എത്താൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 95 ഓൾമോസ്റ്റ് 100% അടുത്ത് പ്രോഫിറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളുടെ കയ്യിലുള്ള ലോങ് ടൈമിലുള്ള സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലഡ് ചെയ്തിട്ട് ആ പൈസ നമുക്ക് എടുത്ത് ആ പൈസ കൊണ്ട് നമുക്ക് ഓപ്ഷൻ സെല് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഓപ്ഷൻ നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻസിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3-4 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഓപ്ഷൻസ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. വളരെ മാന്യമായ റിട്ടേൺ നമുക്ക് കിട്ടും. അതല്ലാതെ 5 വെച്ചാൽ 10 കിട്ടും അങ്ങനെയുള്ള ഒരു പരിഗണിച്ചുകൊണ്ട് ആരും നമ്മുടെ അടുത്തേക്ക് വേണ്ടതില്ല. ഒരു മാന്യമായ റിട്ടേൺ ഒരു 6%, ഒരു 5% മുതൽ 8% ഇടയിൽ നമുക്ക് മാസം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ട്.
സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന സ്ട്രാറ്റജി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിനാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ പല ആളുകളുടെ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചെയ്യുന്നത് സ്ട്രാറ്റജി തന്നെ. സ്ട്രാറ്റജിയേക്കാൾ ഉപരിയായിട്ട് അത് ഏത് സമയത്താണ് ഏത് സ്റ്റോക്കിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റോക്കിനാണ് പ്രത്യേകത, അല്ലാതെ സ്ട്രാറ്റജിക്കല്ല പ്രത്യേകത. സ്ട്രാറ്റജി എല്ലാ ഇതിലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശക്തമായ മാന്യമായ റിട്ടേൺ നമുക്ക് കിട്ടും. അതാ പറഞ്ഞത്, ഒരു മാസം ഒരു 5% മുതൽ 8% വരെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രോഫിറ്റാണ് നമുക്ക് മാസം എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെ 5% വെച്ച് കൂട്ടിയാൽ തന്നെ മാന്യമായ ലാഭമായിരിക്കുമല്ലോ. നിങ്ങൾക്കറിയാം 12 മാസം ഒരു വർഷത്തിലുണ്ട്. അപ്പോൾ 5% ഒരു മാസം വെച്ച് നോക്കുകയാണെങ്കിൽ 12 മാസം കൊണ്ട് 60% റിട്ടേൺ നമുക്ക് കിട്ടും. 60%-ൽ 10% പൊക്കോട്ടെ, 1-2 ട്രേഡ് ലോസ് ആയി എന്ന് വിചാരിച്ചാൽ പോലും ഒരു 50% റിട്ടേൺ നമുക്ക് ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു വർഷം കൊണ്ട് 50% റിട്ടേൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ 10 ലക്ഷം രൂപയുള്ള ഒരാളാണെങ്കിൽ ഒരു വർഷം ട്രേഡ് ചെയ്ത് ഒരു 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻക്രീസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാന്ന് പറഞ്ഞ വലിയ കിടക്കല്ലേ. അപ്പോൾ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഒരാൾക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഒരു വർഷം ഇടുന്ന പറഞ്ഞാൽ വളരെ നല്ല റിട്ടേൺ. അപ്പോൾ പിറ്റത്തെ വർഷം ആൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് 10 എന്നുള്ളത് 5 ലക്ഷം പ്രോഫിറ്റ് അടക്കം 15 ലക്ഷം രൂപയ്ക്ക് ആൾക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ 50% വീണ്ടും കിട്ടുകയാണെങ്കിൽ 7 ലക്ഷം രൂപ കിട്ടില്ലേ. അപ്പോൾ അത്രയും 15 ലക്ഷം രൂപയുടെ വീണ്ടും 22.5 ലക്ഷം രൂപ അവരുടെ ക്യാപിറ്റൽ. അങ്ങനെയാണ് നമ്മൾ സ്ലോലി സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്ത് പോകേണ്ടത്. അതല്ലാതെ അഗ്രസീവായിട്ട് ട്രേഡ് എടുത്ത് അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ നമ്മളെ ആളല്ല. അപ്പം നമ്മൾ 3-4 വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സ്റ്റോക്കിലാണ് ഓപ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം വീക്ക്ലി എക്സ്പയറി ഉണ്ടായിരിക്കുന്നതല്ല, മന്ത്ലി എക്സ്പയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മാസത്തിലെ ഒരു 3-4 ട്രേഡ്, അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് തരാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഓവർ ട്രേഡ് ചെയ്ത് ബ്രോക്കറേജ് കൂടുതൽ കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്റ്റോക്കിൻ്റെ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് പൊസിഷൻ കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയ കൃത്യമായിട്ട് പറയും, ടാർഗറ്റിൻ്റെ ഏരിയയും കൃത്യമായിട്ട് പറയും. ആ ഏരിയയിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. നമ്മൾ പ്രോഫിറ്റ് എത്തേണ്ട സമയത്തും സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയിൽ നമ്മൾ മെസ്സേജ് ഇടും. ആ മെസ്സേജ് കാണാൻ പറ്റിയില്ല എന്നുള്ള പരാതി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേക്കുറിച്ച് പറയാനുള്ളത്, അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്കുകൾ ഇതേമാതിരി നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ചു വയ്ക്കുക. അതിന് ശേഷം അത് പ്ലഡ്ജ് ചെയ്ത് ആ പൈസ കൊണ്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാവുന്നതാണ്. പ്രത്യേകമായിട്ട് അറിയാം, ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് ഇത് ഈ പ്ലഡ്ജ് ചെയ്ത് വെച്ച പൈസയുടെ 50% മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 50% ക്യാഷ് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഞാനെന്തായാലും ക്യാഷ് തന്നെയാണ് വെച്ചേക്കുന്നത് 50%. ബാക്കി 50% സ്റ്റോക്ക് വാങ്ങിച്ച് പ്ലഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സ്റ്റൈൽ വന്നേക്കുന്നത്. കാര്യം പറയാണ്ട്, ഡിസ്ക്ലെയിമറായിട്ട് ഒരു കാര്യം പറയാണ്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ശേഷം മാത്രം തീരുമാനം എടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.